പ്രാണനിൽ ഭാഗം 25. ഏറെ നേരം ഒന്നും മിണ്ടാതെ അവൻ്റെ കരവലയത്തിനുള്ളിൽ ഒതുങ്ങിക്കിടക്കുമ്പോൾ സൂര്യയുടെ ഉള്ളം കാറ്റും കോളും ഒഴിഞ്ഞ തെളിഞ്ഞ ആകാശം പോലെ ആയിരുന്നു. അജുവും അവളും പരസ്പരം ഒന്നും പറഞ്ഞില്ല എങ്കിലും അവരുടെ ഹൃദയം അത്രയും നേരം വരെയുള്ള പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. സൂര്യ! അവളെ ഒന്നുകൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ അവൾക്ക് വിളി കേൾക്കാതിരിക്കാനായില്ല. സോറി സൂര്യ, സത്യമായിട്ടും നിന്നെ ഒന്ന് പറ്റിക്കണമെന്നേ കരുതിയുള്ളൂ. അത് ഇത്രമാത്രം നിന്നെ വേദനിപ്പിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. എന്നോട് ദേഷ്യമുണ്ടോടി നിനക്ക്? എന്നോട് പൊറുക്കുമോ? പ്രണയത്തോടെ സങ്കടത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ സൂര്യ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. സോറി അജുവേട്ടാ, അപ്പോൾ തോന്നിയ ദേഷ്യത്തിൽ അടിച്ചു പോയതാ. ഏട്ടനറിയോ, ഇന്നലെയും ഇന്നുമൊക്കെ ഞാൻ അനുഭവിച്ച വേദന അത്രയ്ക്കും സഹിക്കാനാവുന്നില്ലായിരുന്നു എനിക്ക്. ഏട്ടനെ അല്ലാതെ വേറൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്കാവുന്നുണ്ടായിരുന്നില്ല. വിതുമ്പിക്കൊണ്ടുള്ള അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ അജുവിന് മനസ്സിലായി അവളുടെ മനസ്സിൽ അവനുള്ള സ്ഥാനം. അതുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകളും അവൾക്കൊപ്പം നിറയുന്നുണ്ടായിരുന്നു. കരഞ്ഞതൊക്കെ മതി, ഇനി കരയല്ലേ പെണ്ണേ. ഞാനിനി ഒരു സർപ്രൈസിനും നിൽക്കില്ല. ഇപ്പോൾ എണീറ്റേ വാ. ബെഡിൽ നിന്നും അവളെയും കൊണ്ട് എഴുന്നേറ്റ് അജു പറയുന്നത് കേട്ടപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. അപ്പോൾ അജു അവളുടെ മുഖം കൈവെള്ളയിൽ എടുത്തു നെറുകയിൽ ചുംബിച്ചു. നിറഞ്ഞ മനസ്സോടെ അത് സ്വീകരിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു. ഐ ലവ് യു സൂര്യ, ലവ് യു എ ലോട്ട്. ലവ് യു ടു അജുവേട്ടാ. പിന്നെയും കുറച്ചു നേരം അവർ ഇരുവരും സംസാരിച്ച ശേഷം താഴേക്ക് ചെന്നു. അപ്പോൾ എല്ലാവരും കൂടെ അവരെ കണക്കിന് കളിയാക്കുന്നുണ്ടായിരുന്നു. അതൊക്കെയും ഒരു ചമ്മിയ ചിരിയോടെ അജുവിനെ നെഞ്ചിലേക്ക് ചാരി നിന്നുകൊണ്ട് സൂര്യ ഏറ്റുവാങ്ങി. അങ്ങനെ ഇരുവരും കുടുംബക്കാരെ മുന്നിൽ നിർത്തി പരസ്പരം മോതിരം അണിഞ്ഞു. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും സംസാരത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു. ശേഷം അടുത്ത മാസം നല്ലൊരു ദിവസം കല്യാണ തീയതിയും കുറിച്ചിട്ടായിരുന്നു അവർ മടങ്ങിയത്. വ്യാസിന് കമ്പനിയിൽ പോകണമെന്നുള്ളത് കൊണ്ട് പാറുവും മീനൂട്ടിയും അവർക്കൊപ്പം പോകാൻ തീരുമാനിച്ചിരുന്നു. അമ്മയുടെ മോൾ സന്തോഷമായി ഇരിക്കട്ടോ, വൈകാതെ അവിടേക്ക് വരേണ്ടതല്ലേ. എല്ലാവരും പോകാനായി പുറത്തിറങ്ങിയപ്പോൾ വാടിയ മുഖത്തോടെ നിൽക്കുന്ന സൂര്യയുടെ അരികിൽ ചെന്ന് അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് സുശീല അത് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരി വിടർന്നു. കാറിൽ കയറുന്നേരം കണ്ണുകൾ കൊണ്ട് അജുവും സ്വാതനിച്ചപ്പോൾ സൂര്യയുടെ വിഷമമൊക്കെ എങ്ങോ പോയിരുന്നു. സുധാകരനും ജയന്തിയും പാറുവിൻ്റെയും വ്യാസിൻ്റെയും കൂടെ വന്നിരുന്നത് കൊണ്ട് വ്യാസ് ഒരു കുറുമ്പും കാട്ടാതെ നല്ല കുട്ടിയായി വേഗത്തിൽ വണ്ടി വീട്ടിലേക്കെടുത്തു. അജുവും സുശീലയും നേരെ അവരുടെ വീട്ടിലേക്കായിരുന്നു പോയത്. മീനൂട്ടിയാണേൽ ഒരുപാട് കളിച്ചതിൻ്റെയൊക്കെ ക്ഷീണത്തിൽ പാറുവിൻ്റെ മടിയിൽ കയറി ഉറങ്ങിയിരുന്നു. ഒടുക്കം വീടിന് മുന്നിൽ എത്തിയപ്പോൾ 4 പേരും ഇറങ്ങി അകത്തേക്ക് ചെന്നു. നേരം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വ്യാസ് അന്നും എവിടെയും പോയില്ല. പാറുവിൻ്റെ പിറകെ തന്നെ കുറുമ്പ് കാണിച്ചും ആരും കാണാതെ ചുടുചുംബനം നൽകിയും അവൾക്കും കുഞ്ഞിനും ഒപ്പം തന്നെ അവൻ നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് സൂര്യയുടെയും അജുവിൻ്റെയും കല്യാണം. അമ്മേ, എനിക്ക് ദോസ് ഫ്രോക്ക് മതി അമ്മേ. മീനൂട്ടിയെ കുളിപ്പിച്ച ശേഷം മോൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കുകയാണ് പാറു. മീനൂട്ടിയാണെങ്കിൽ പാറു കയ്യിൽ പിടിച്ച നീല കളർ ഫ്രോക്ക് ഇഷ്ടപ്പെടാതെ വേറൊരു റോസ് ഫ്രോക്കും പിടിച്ച് ചുണ്ട് കൂർപ്പിച്ച് നിൽക്കുകയാണ്. കല്യാണത്തിനോടനുബന്ധിച്ച് ഒരാഴ്ച മുമ്പേ പാറുവും മീനൂട്ടിയും ലക്ഷ്മി ഭവനത്തിൽ എത്തിയിരുന്നു. അവർക്കൊപ്പം പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അർജൻറ്റായി ബാംഗ്ലൂരിലേക്ക് ഒരു ബിസിനസ് ടൂറിന് പോയിരിക്കുകയാണ് വ്യാസ്. എല്ലാം കഴിഞ്ഞ് ഇന്ന് നേരെ പാറുവിൻ്റെ അടുത്തേക്ക് വരും എന്നായിരുന്നു ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സുധാകരനും ജയന്തിയും രാവിലെ തന്നെ അവിടേക്ക് എത്തിയിരുന്നു. വീട് നിറയെ ആളുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ തിരക്കായതിനാൽ മീനൂട്ടിയെ എങ്ങനെയൊക്കെയോ അവിടെ നിന്നും പിടിച്ചു കൊണ്ടുവന്ന് മാറ്റിക്കാനുള്ള പരിപാടിയിലാണ് പാറു. ഓ എൻ്റെ കുഞ്ഞി പെണ്ണെ, ഇങ്ങിതാ, അത് തന്നെ ഇട്ട് തരാം. പാറു മീനൂട്ടിയുടെ കയ്യിലുള്ള ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് പറഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. മോൾക്ക് ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്തു. മുടി മുഴുവനും മുകളിലേക്ക് ബൺ ചെയ്ത് കെട്ടിവെച്ച് കൊടുത്തു. നല്ല കട്ടിയായി കൺമഷിയും പുരികത്തിനും ഒക്കെ വരഞ്ഞു കൊടുത്തു. മുടിയിലൊരു പൂമ്പാറ്റയുടെ ക്ലിപ്പും കൂടെ കുറച്ച് മുല്ലപ്പൂവും വെച്ച് കൊടുത്ത് പാറു കുഞ്ഞിപ്പെണ്ണിനെ സുന്ദരിയാക്കി. അമ്മേ, ഞാൻ സുന്ദരിയായോ? ഒരുക്കമൊക്കെ കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് വട്ടം കറങ്ങുകയാണ് മീനൂട്ടി. കൂടെ പാറുവിനോട് ചോദ്യം ചോദിക്കുന്നുമുണ്ട്. പിന്നെ അമ്മയുടെ മോളിന്ന് വളരെ സുന്ദരിയായിട്ടുണ്ട്. മോൾ പോയി കളിച്ചോ, വീരുതേ. മീനൂട്ടിയെ തനിക്ക് നേരെയാക്കി മോളുടെ ഉണ്ടക്കവളിൽ ചുംബിച്ചുകൊണ്ട് പാറു പറഞ്ഞപ്പോൾ അവൾക്കും ഒരു ചുംബനം നൽകിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് കുണുങ്ങി ഓടിപ്പോയി. ഒരു നിമിഷം മോൾ പോണത് നോക്കി നിന്ന പാറു വേഗം തന്നെ കുളിക്കാൻ വേണ്ടി കയറി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിമ്പിൾ സാരി ആയിരുന്നു പാറുവിൻ്റെ വേഷം. പക്ഷെ ആ ഡ്രസ്സിലും അവളൊരു മാലാഖയെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ കുളി കഴിഞ്ഞ് സാരി ഒതുക്കി പിടിച്ചുകൊണ്ട് പാറു ഡോർ തുറന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ കാറ്റുപോലെ എന്തോ വന്നവളെ ചുമരിലേക്ക് ചേർത്ത് വെച്ചിരുന്നു.
പകച്ചുകൊണ്ട് അവൾ മുന്നോട്ട് മിഴികൾ ഉയർത്തി നോക്കിയപ്പോൾ തന്നെ വ്യാസ് അവളുടെ വിടർന്നു വന്ന അധരങ്ങളിൽ അവൻ്റെ അധരം ചേർത്ത് വെച്ച് നുണയാൻ തുടങ്ങിയിരുന്നു. അത്രയും ദിവസം കാണാത്തതിൽ ഉള്ള വീർപ്പുമുട്ടലും പരിഭവവും പിണക്കവുമൊക്കെയും ആ ചുംബനത്തിലൂടെ ഇരുവരിൽ നിന്നും അകന്നു തുടങ്ങിയിരുന്നു. ദീർഘനേരത്തെ ചുംബനത്തിനു ശേഷം അവളിൽ നിന്നും മാറിയ വ്യാസ് അവളെ ഇറക്കെ പുണർന്നുകൊണ്ട് ചെവിയിൽ കടിച്ച ശേഷം അവിടെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, "മിസ് യു ശ്രീ, റിയലി റിയലി മിസ് യു എവറി സെക്കൻഡ് ഓഫ് മൈ ലൈഫ്." വ്യാസ് പറയുന്നത് കേട്ടപ്പോൾ പാറുവിൻ്റെ അധരങ്ങളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. "മിസ് യു ടു വിച്ചേട്ടാ," അവൻ്റെ നെഞ്ചിൽ ചാരി നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. പിന്നെയും കുറച്ചുനേരം സംസാരിച്ച ശേഷം വ്യാസിന് ഫ്രഷാവാൻ വേണ്ടി ഒരു ബ്ലാക്ക് കളർ ഷർട്ടും പാൻറ്റും എടുത്തു കൊടുത്ത് അവളും ഒരുങ്ങിക്കൊണ്ട് പാറു സൂര്യയെ നോക്കി ഇറങ്ങി. കടും പച്ച കളറിലുള്ള കാഞ്ചീപുരം സാരിയും മിതമായ ആഭരണങ്ങളുമൊക്കെ അണിഞ്ഞ് സുന്ദരിയായി ചുണ്ടിൽ ചെറു ചിരിയോടെ ഇരിക്കുന്ന സൂര്യക്കരികിലേക്ക് പാറു ചിരിച്ചുകൊണ്ട് ചെന്നു. "സൂര്യേച്ചി." പാറുവിൻ്റെ വിളി കേട്ടപ്പോൾ സൂര്യ എഴുന്നേറ്റു. ശേഷം ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി. അപ്പോൾ തന്നെ പാറു സൂര്യയെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിരുന്നു. "സൂര്യേച്ചി, ഇന്ന് സുന്ദരി ആയിട്ടുണ്ടല്ലോ. ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ എൻ്റെ ചേച്ചി പെണ്ണിന്." കണ്ണിൽ നിന്നും കുറച്ച് കൺമശി എടുത്ത് സൂര്യയുടെ ചെവിക്ക് പിറകിൽ തൊട്ടുകൊടുത്തുകൊണ്ട് പാറു പറഞ്ഞപ്പോൾ സൂര്യയുടെ മുഖം നാണത്താൽ തുടുത്തിരുന്നു. അപ്പോഴേക്കും ശോഭയും ജയന്തിയും ഒക്കെ അവിടെ എത്തിയിരുന്നു. അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സൂര്യയെ കണ്ടപ്പോൾ ശോഭ നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു. കൂടെ ജയന്തിയും അവളുടെ നെറുകയിൽ തലോടി. സൂര്യയും കൊണ്ട് പുറത്തെത്തിയപ്പോഴെല്ലാം കണ്ടുനിന്ന മാധവൻ്റെ കണ്ണുകളും ഈറനണിഞ്ഞിരുന്നു. അങ്ങനെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം സൂര്യ എല്ലാവരുടെയും അടുത്തു നിന്നും ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങി കാറിലേക്ക് കയറി. അവൾക്കൊപ്പം തന്നെ വ്യാസും പാറുവും മീനൂട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ പാറുവിൻ്റെയും വ്യാസിൻ്റെയും കല്യാണം നടന്ന ആ അമ്പലത്തിൽ തന്നെ അവരുടെ കാർ വന്നു നിർത്തിയപ്പോൾ തന്നെ കണ്ടു ഒരു വെള്ള ഷർട്ടും പുട്ടും ഒക്കെ അണിഞ്ഞ് സുന്ദര കുട്ടപ്പനായി അവരെ കാത്തുന്ന വണ്ണം നിൽക്കുന്ന അജുനെ. അവനെ കണ്ടപ്പോൾ തന്നെ സൂര്യയുടെ ഹൃദയം പതിവിലേറെ മിടിക്കാൻ തുടങ്ങിയിരുന്നു. കാറിൽ നിന്നും എല്ലാവരും ഇറങ്ങിയ ശേഷം അമ്പലത്തിലേക്ക് നടന്നു. അങ്ങനെ കുടുംബക്കാരെയും ദൈവങ്ങളെയും സാക്ഷി നിർത്തി അർജുൻ താലി ചാർത്തി സൂര്യയെ സ്വന്തമാക്കി. അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അവർ അർജുൻ്റെ വീട്ടിലേക്ക് പോകാൻ നേരം അത്രയും നേരം ചിരിച്ചുകൊണ്ട് നിന്ന് സൂര്യയുടെ മുഖം മാറാൻ തുടങ്ങി. എല്ലാവരും കാറിൽ കയറിയപ്പോൾ പാറുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന സൂര്യയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് അജു കാറിലേക്ക് കയറ്റിയിരുത്തിയപ്പോൾ അവർ പോണത് നോക്കി നിന്ന് വിതുമ്പുന്ന പാറുവിനെയും പാറുവിൻ്റെ കരച്ചിൽ കണ്ട് വിതുമ്പാൻ തുടങ്ങുന്ന മീനൂട്ടിയെയും ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് വ്യാസ് അവരുടെ കാറിലേക്ക് കയറി.